കെപിസിസി പുനഃസംഘടനാ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തും. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കളും ഇന്ന് നാളെയുമായി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കെപിസിസി പുനഃസംഘടനാ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തും. മറ്റ് വിവരങ്ങൾ? കെപിസിസി പുനഃസംഘടന ഏകദേശം അവസാന ഘട്ടത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുതിർന്ന നേതാക്കന്മാരുമായി കേരളത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എന്നിവരുമായിട്ടൊക്കെ തന്നെ കെപിസിസി നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശ ലിസ്റ്റ് ഒരു കരട് പട്ടിക തയ്യാറാക്കി ആ പട്ടികയുമായിട്ടാണ് ഡൽഹിയിലേക്ക് സംഘം പുറപ്പെടുന്നത്. ഇതിനകത്ത് പ്രതിപക്ഷ നേതാവും ഒപ്പം കെപിസിസി പ്രസിഡന്റുമുണ്ട്. മറ്റ് നേതാക്കന്മാരെല്ലാം തന്നെ, അതായത് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സാഹചര്യത്തിൽ ചർച്ചകൾ അവിടെ വെച്ചായിരിക്കും ഇനി നടക്കുക. ഒരു ജില്ലയിൽ നിന്നും 2 പേരുടെ വീതം പട്ടികയാണ് DCC ഭാരവാഹികളുടെ കാര്യത്തിൽ, അതായത് DCC പ്രസിഡന്റുമാരുടെ പേരിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും DCC പ്രസിഡന്റുമാരെ മാറ്റും എന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഒരു ജില്ലയിലൊഴികെ 13 ജില്ലകളിലും ഒരു പക്ഷേ DCC ഭാരവാഹികൾക്ക് മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം KPCC ഭാരവാഹികളുടെ കാര്യത്തിലാണ്. KPCC ഭാരവാഹികളെ തീരുമാനിക്കുന്ന കാര്യത്തിലും ഏകദേശം അവസാനഘട്ട ധാരണ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതായത് കൃത്യമായ നിർദ്ദേശം AICC ഭാരവാഹികൾ KPCCക്ക് നൽകിയിരുന്നു. യാതൊരു കാരണവശാലും ജാതി സമവാക്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ KPCC ഭാരവാഹികളെ നിർണ്ണയിക്കരുത്. കൃത്യമായ ഒരു മാനദണ്ഡം അതിനുണ്ടാകണം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം KPCC ഭാരവാഹികളെ തീരുമാനിക്കേണ്ടത്. അത്തരത്തിൽ KPCC ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഒരു പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ജനസമിതി ഉണ്ടായിരിക്കണം. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ എന്തുമാത്രം പ്രവർത്തന മികവ് അവരുടെ മേഖലകളിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളും ഒക്കെ കണക്കാക്കിയുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പിന് അതീതമായ ഒരു പട്ടിക. ആകെ ഇവിടെ ചർച്ച നടത്തിയിട്ടുള്ളത് മുൻ KPCC അധ്യക്ഷന്മാരുമായിട്ട് മാത്രമാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ഒപ്പം പട്ടികയുടെ കരട് തയ്യാറാക്കിയതിനു ശേഷം AK ആന്റണിയുമായും ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കും. ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് ഈ കരട് പട്ടിക നൽകും. അതിനുശേഷം ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും നടക്കുക. പ്രത്യേകിച്ചും ഇവിടുത്തെ പ്രവർത്തനം പഠിക്കുന്നതിന് വേണ്ടി AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഒട്ടുമിക്ക DCCകളുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല. എല്ലാ DCC ഭാരവാഹികളെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഈ ഭാരവാഹികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. കാരണം 7 ജില്ലകളുടെ പ്രവർത്തനം വളരെ പിറകിലോട്ടാണ്. കാര്യമായ പ്രവർത്തനം നടക്കുന്നില്ല. പാർട്ടിക്ക് വളർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ട് ദീപദാസ് മുൻഷി തന്നെ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു ചർച്ച എന്തായാലും ഡൽഹിയിൽ ഉണ്ടാകും, ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നേരത്തെ ഒരു തീരുമാനം എത്തിയിരുന്നത് 7 ജില്ലകളിൽ തൽക്കാലം അഴിച്ചുപണി മതി, ബാക്കിയുള്ള ജില്ലകളിൽ അഴിച്ചുപണി വേണ്ട എന്നായിരുന്നു. എന്നാൽ അത് പറ്റില്ല, എല്ലാ ജില്ലകളിലും അഴിച്ചുപണി വേണം എന്നൊരു നിലപാടിലേക്ക് മുതിർന്ന നേതാക്കന്മാർ എത്തിയിരുന്നു. അത് ഒരു പരിധിവരെ മറ്റു നേതാക്കന്മാർക്കിടയിൽ ഒരു പ്രവർത്തനപരമായ അസൂയ ഉണ്ടാക്കാനുള്ള കാര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൃശൂർ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഒരു അഴിച്ചുപണി അനിവാര്യമാണ് എന്ന് തന്നെ മുതിർന്ന നേതാക്കന്മാരും ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും തെക്കൻ ജില്ലകളിൽ വ്യാപകമായ തരത്തിലുള്ള അഴിച്ചുപണി ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ DCC പ്രസിഡന്റ് നേരത്തെ തന്നെ ഒരു വിവാഹത്തിൽ കുടുങ്ങി പുറത്തു പോകേണ്ടി വന്നു. കൊല്ലം ഉൾപ്പെടെ പത്തനംതിട്ട, ആലപ്പുഴ കൂടാതെ കോട്ടയം ജില്ലകളിലെ ഒന്നും തന്നെ കാര്യമായ തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്ന് തന്നെ നേരത്തെ നിർദ്ദേശം ഉയർന്നിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു മികവ് നടത്തിയെങ്കിൽ പോലും അത് ജനകീയമായ ഒരു മുന്നേറ്റം, അതിനപ്പുറത്തേക്ക് പാർട്ടി കാര്യമായ തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായില്ല എന്നത് വ്യക്തമാണ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു പുതിയ മുഖം KPCCയിലും DCCക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ 2 ദിവസത്തിൽ കൊണ്ട് തന്നെ ചർച്ച പൂർത്തിയാക്കും. ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ DCC ഭാരവാഹികളുടെ പട്ടിക ഒപ്പം തന്നെ KPCC ഭാരവാഹികളുടെ പട്ടികയും പുറത്തു വരാനാണ് സാധ്യത. വൃന്ദ, ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.